ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ കായിക കേരളം അല്ലേ, കേരളത്തിലെ കായിക രംഗത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ട് വന്നിരുന്നത് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കായിക പുരസ്കാരങ്ങളാണ് പഠിച്ചത്. ഏതൊക്കെ പഠിച്ചു? രാജീവ് ഗാന്ധി ഖേൽരത്ന പഠിച്ചു, ദ്രോണാചാര്യ അവാർഡ് പഠിച്ചു അല്ലേ, അതൊക്കെ പഠിച്ചു. ഇനിയിപ്പോൾ ഇന്ന് പഠിക്കുന്നത് ധ്യാൻചന്ദ് പുരസ്കാരമാണ്. ഓക്കെ, ധ്യാൻചന്ദ് പുരസ്കാരം എന്ന് പറയുന്നത് കായിക രംഗത്ത് കൊടുക്കുന്ന ആജീവനാന്ത മികവിനാണ് ഭാരത സർക്കാർ കൊടുക്കുന്നതാണ്. എന്ത് ധ്യാൻചന്ദ് അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് 2002 കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്. 2002 കാലഘട്ടത്തിലാണ് ധ്യാൻചന്ദ് അവാർഡ് കൊടുത്തു തുടങ്ങുന്നത്. പുരസ്കാര തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഓക്കെ, അപ്പോൾ 2019 ഇത് കിട്ടുന്ന ആദ്യത്തെ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. 2019 ഇത് കിട്ടുന്ന മലയാളി എന്ന് പറയുന്നത് മാനുവൽ ഫ്രെഡറിക്കാണ്. ഓക്കെ, അപ്പോൾ ധ്യാൻചന്ദ് പുരസ്കാരം 2002 കൊടുത്തു തുടങ്ങുന്നത്. എന്തിനു വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്? ആജീവനാന്ത മികവിന് വേണ്ടിയിട്ട് ഭാരത സർക്കാർ കൊടുക്കുന്നതാണ് ധ്യാൻചന്ദ് പുരസ്കാരം. അതുപോലെ പുരസ്കാര തുക എന്ന് പറയുന്നത് എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. ഓക്കെ, അതുപോലെ മൗലാന അബ്ദുൽ കലാം ട്രോഫി എന്ന് പറയുന്ന ഒരു പുരസ്കാരമുണ്ട്. അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും നമുക്ക് കായിക മേഖലയുമായി ബന്ധപ്പെട്ട ട്രോഫി ആയതുകൊണ്ട് അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. മൗലാന അബ്ദുൽ കലാം ട്രോഫി കൊടുത്തു തുടങ്ങുന്നത് 1956-57 കാലഘട്ടത്തിലാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ മികച്ച കായിക സർവകലാശാലകൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. വ്യക്തിക്കല്ല, ഇത് കായിക സർവകലാശാലകൾക്ക് കൊടുക്കുന്നതാണ്. പുരസ്കാര തുക 10 ലക്ഷം രൂപയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവകലാശാലകൾക്ക് അതിനുള്ള കായിക ഉപകരണങ്ങൾ, എക്യുപ്മെൻറ്റ്സ് ഒക്കെ മേടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പുരസ്കാര തുക എത്ര കൊടുക്കുന്നത്? 10 ലക്ഷം രൂപ കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.